അതായത് ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലുള്ള ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് ആലപ്പുഴ രൂപതയുടെ കീഴിൽ വരുന്ന ആളുകളുമുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയുടെ കീഴിൽ വരുന്നവരുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ശക്തി എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്കർ തന്നെയാണ്, ഇവിടുത്തെ ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലെ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ലത്തീൻ കത്തോലിക്കർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കൊച്ചിയിൽ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലത്തീൻ കത്തോലിക്കരുടെ ക്വാളിറ്റി നോക്കിയിട്ട് വോട്ട് ചെയ്യുക. കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവകാശവാദവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള 2 പേര് എന്ന് പറയുന്നത് ഒന്ന് ഡൊമിനിക് പ്രസന്റേഷനും മറ്റൊന്ന് മുഹമ്മദ് ഷിയാസുമാണ്. കാരണം പെരുമ്പാവൂരിലേക്ക് മുഹമ്മദ് ഷിയാസ് വരുന്നതിലൊക്കെ ശക്തമായ എതിർപ്പുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ജാക്കോബിൻ സഭ വളരെ ശക്തമായ രീതിയിൽ തന്നെ എൽദോസ് കുന്തപ്പള്ളിക്ക് വേണ്ടിയിട്ട് അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ രൂപതയുടെ വലിയൊരു ബാക്കപ്പ് എന്നും ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രി വരെയൊക്കെ ആയിട്ടുള്ളത്. ലത്തീൻ സഭയുടെ കൊച്ചി രൂപതയ്ക്ക് കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥി ആരാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ലത്തീൻ സഭയുടെ അഭിപ്രായത്തെ മാനിക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഹൈബിയഡൻ പറയുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നും ലത്തീൻ സഭ ഒരുപക്ഷെ നിന്നു എന്നും വരത്തില്ല. നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചി മണ്ഡലത്തെ ആര് പ്രതിനിധീകരിക്കും എന്നുള്ളതാണ് നിലവിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ KJ മാക്സിയാണ് കൊച്ചി MLA. അപ്പോൾ ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചി സീറ്റിൽ കണ്ണും നട്ട് 2 കോൺഗ്രസ് നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിലവിൽ എറണാകുളം DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ്. അപ്പോൾ ആരായിരിക്കും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആകാനായിട്ടുള്ള മത്സരത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിറങ്ങുന്നത്? UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആണ് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ളതും വരും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ളതും നിലവിലത്തെ MLA ആയിട്ടുള്ള KJ മാക്സി തന്നെയാണ്. മറ്റൊരു MLA വരാനായിട്ടുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു പോകേണ്ടി വരും. കൊച്ചി പഴയ കൊച്ചിയല്ല, കൊച്ചിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ലത്തീൻ സഭയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കൊച്ചി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ കൊച്ചി നിയോജക മണ്ഡലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലുള്ള ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് ആലപ്പുഴ രൂപതയുടെ കീഴിൽ വരുന്ന ആളുകളുമുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചി രൂപതയുടെ കീഴിൽ വരുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഈ കണ്ണേമാലി പള്ളി, അതോടൊപ്പം തന്നെ കണക്കടവ് പള്ളി, ചെല്ലാനൻ മണവുക്കാട് പള്ളി, പിന്നെ സൗദി പള്ളി, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ സഭയുടെ തന്നെ ആലപ്പുഴ രൂപതയുടെ കീഴിൽ വരുന്ന പള്ളികളാണ്. എന്നാൽ ഈ പറഞ്ഞ കൊച്ചി രൂപതയ്ക്ക് ആലപ്പുഴയിലും പള്ളികളുണ്ട്. പൂങ്കാവ് പള്ളിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചി രൂപതയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇടകലർന്നാണ് ഈ കൊച്ചി ആലപ്പുഴ രൂപതകൾ കിടക്കുന്നത് എന്നതൊരു പ്രത്യേകത കൂടി ഈ കൊച്ചി നിയോജക മണ്ഡലത്തിന് ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ശക്തി എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്കർ തന്നെയാണ്, ഇവിടുത്തെ ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലെ. അപ്പോൾ നമ്മൾ ഏകദേശം പരിശോധിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം ആലപ്പുഴ രൂപതയിൽപ്പെട്ടിട്ടുള്ള ലാറ്റിൻ കാത്തലിക്സ് ആയിട്ട് ഏകദേശം 21,000-ഓളം വോട്ടർമാർ ഈ പറഞ്ഞ കൊച്ചി നിയോജക മണ്ഡലത്തിലുണ്ട്. അതേസമയം കൊച്ചി രൂപതയിൽപ്പെട്ടിട്ടുള്ള 73,000-ഓളം ആളുകൾ കൊച്ചി നിയോജക മണ്ഡലത്തിനകത്തുണ്ട്. മറ്റ് ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ ചേരുന്ന സമയത്ത് ഒരു 7,000-ഓളം ആളുകളുണ്ട്. ഇതര ക്രിസ്ത്യാനി, ഇപ്പോൾ റോമൻ കാത്തലിക്, ജാക്കോബിറ്റ്സ്, അങ്ങ് സിറിയൻ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വേറൊരു 7,000-ഓളം ആളുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടെ 40,000 ആണ്, 40,000 വോട്ടുകളുണ്ട്. ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്നത് 40,000 വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു സാമുദായിക സമവാക്യം ഇവിടെ നിലനിൽക്കുന്നത്, ഇവിടെ കൊച്ചി നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ KRLCC എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു യുവജന സംഘടനയാണ്, ലത്തീൻ കത്തോലിക്കരുടെ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ലത്തീൻ കത്തോലിക്കർ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കൊച്ചിയിൽ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലത്തീൻ കത്തോലിക്കരുടെ ക്വാളിറ്റി നോക്കിയിട്ട് വോട്ട് ചെയ്യുക. മറിച്ച് ഒരു ലത്തീൻ കത്തോലിക്കൻ മാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ ആ ലത്തീൻ കത്തോലിക്കന് വോട്ട് നൽകണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ KRLCC ഒക്കെ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചി രൂപതയും നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവകാശവാദവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള 2 പേര് എന്ന് പറയുന്നത് ഒന്ന് ഡൊമിനിക് പ്രസന്റേഷനും മറ്റൊന്ന് മുഹമ്മദ് ഷിയാസുമാണ്. നമ്മൾ ഇന്നലെ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂരിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു.
കാരണം പെരുമ്പാവൂരിലേക്ക് മുഹമ്മദ് ഷിയാസ് വരുന്നതിലൊക്കെ ശക്തമായ എതിർപ്പുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ജാക്കോബിൻ സഭ വളരെ ശക്തമായ രീതിയിൽ തന്നെ എൽദോസ് കുന്തപ്പള്ളിക്ക് വേണ്ടിയിട്ട് അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ തങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് തന്നെ നമ്മളുടെ ആ വീഡിയോയ്ക്കിടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു എതിർപ്പ് മുഹമ്മദ് ഷിയാസിന് പെരുമ്പാവൂരിൽ നിന്നുണ്ട്. പിന്നെ മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ കൊച്ചിയിൽ KRLCCയുടെ നിലപാട്, ഈ KRLCCയുടെ നിലപാട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം ഭയക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഹൈബി ഈഡനൊക്കെ ലത്തീൻ സഭയുമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ബന്ധം വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിച്ചാലും വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഏറെ ശ്രദ്ധിക്കേണ്ട, UDF നേതാക്കന്മാർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജാതി സമവാക്യങ്ങളും KRLCCയുടെ ഈ ഒരു കണ്ടീഷനും. രണ്ട് ലത്തീൻ കത്തോലിക്കനും മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടി നോക്കിയിട്ട് ഇഷ്ടം പോലെ വോട്ട് ചെയ്യാം. മറിച്ച് ഒരു ലത്തീൻ കത്തോലിക്കൻ മാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ ആ ലത്തീൻ കത്തോലിക്കൻ വോട്ട് ചെയ്യണം എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. അത് കൂടാതെ തന്നെ ഇതിന്റെ മറ്റൊരു വസ്തുതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് പ്രസന്റേഷൻ കുറേയധികം വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നയാളാണ്, കൊച്ചിയിൽ താമസിക്കുന്നയാളാണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന എനിക്ക് തോന്നുന്നു കടവന്ത്ര ഭാഗത്തൂടെയാണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ അന്ധകാരനഴി എന്നൊക്കെ പറയുന്നൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ആർത്തുങ്കൽ പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഇവരുടെയൊക്കെ മുൻപുണ്ടായിരുന്ന ഒരു കുടുംബം, ഒരു തറവാട് എന്നൊക്കെ പറയുന്നത് ഈ ആർത്തുങ്കൽ പള്ളിയുടെ പരിസരത്തൊക്കെ ഉള്ളതാണ്. ആലപ്പുഴ രൂപതയിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ആലപ്പുഴ രൂപതയിൽപ്പെട്ട എത്ര ലത്തീൻ കത്തോലിക്കർ അവിടെ ഉണ്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 21,000-ഓളം ആളുകൾ മാത്രമാണുള്ളത്. എന്നാൽ കൊച്ചി രൂപതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 73,000-ഓളം ആളുകൾ അവിടെ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 തെരഞ്ഞെടുപ്പിൽ ഡൊമിനിക് പ്രസന്റേഷൻ അവിടെ തോൽക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലത്തീൻ സഭയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രൂപതയുടെ ഒരു പിന്തുണയോടുകൂടി തന്നെ അവിടെ ലിംനാസ് എന്ന് പറയുന്ന ഒരാൾ, അത് ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ലിംനാസിന് ഒരു പിന്തുണ ആര് കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലത്തീൻ കൊച്ചി രൂപത കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലിംനാസിന് അവിടെ 8,000 വോട്ടുകൾ പിടിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഈ ലിംനാസ് കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം, അത് ഈ ത്രിതല പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ലിംനാസിനെ തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ലിംനാസ് പിടിച്ച 8,000 വോട്ടുകളാണ് 2016 1000-ൽ പരം വോട്ടുകൾക്ക് ഡൊമിനിക് പ്രസന്റേഷൻ പരാജയപ്പെട്ടത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് പ്രസന്റേഷൻ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് ഈ ആലപ്പുഴ രൂപതയാണ്. ആലപ്പുഴ രൂപതയുടെ വലിയൊരു ബാക്കപ്പ് എന്നും ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രി വരെയൊക്കെ ആയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലത്തീൻ സഭയുടെ കൊച്ചി രൂപതയ്ക്ക് കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥി ആരാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ സുനിൽ കനകലുവിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റിൽ ആ വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൊച്ചി രൂപതയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കൊച്ചിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, ഒരുപക്ഷെ KRLCCയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നമ്മൾ പല രീതിയിൽ ശ്രമിച്ചിട്ടും ഈ സുനിൽ കനകലുവിൻ്റെ കൊച്ചിയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആരൊക്കെയാണ് പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യക്തി ആരാണ്, അതായത് ഡൊമിനിക് പ്രസന്റേഷനും മുഹമ്മദ് ഷിയാസിനും പകരമായിട്ട് കൊച്ചി രൂപത, അതായത് ലത്തീൻ സഭ കൊച്ചിയിലെ കാൻഡിഡേറ്റ് ആയിട്ട് UDF കാൻഡിഡേറ്റ് ആയിട്ട് ആരെയാണ് നിർദ്ദേശിക്കുന്നതെന്ന് അറിയാനായിട്ട് അതിയായ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFനെ സംബന്ധിച്ചിട്ട് കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു സ്വമേധ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല. കാരണം ലത്തീൻ സഭയുടെ അഭിപ്രായത്തെ മാനിക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഹൈബി ഈഡൻ പറയുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നും ലത്തീൻ സഭ ഒരുപക്ഷെ നിന്നു എന്നും വരത്തില്ല. നമ്മൾ കണ്ടതാണ് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ലത്തീൻ സഭയുടെ ഇടപെടൽ ഇല്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നുവെങ്കിലും കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമായതാണ്. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സങ്കീർണമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ ലത്തീൻ സഭയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിച്ചേക്കാം. എങ്കിൽ തന്നെയും കോൺഗ്രസിന്റെ നിലപാടുകൾ, VD സതീശൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വർഗീയ ശക്തികളോടും ഞങ്ങൾ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ നോക്കാറില്ല. ഞങ്ങൾ ഒരു മതേതര സ്വഭാവത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. മറ്റ് സാമുദായിക സംഘടനകളെയൊക്കെ പരിഗണിച്ചു പോകും, പക്ഷേ അമിതമായ പ്രാധാന്യം നൽകുകയില്ല എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നുകൂടി നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലത്തീനിൽ തന്നെ 2 രൂപതകളുണ്ട്. അത് ഒന്ന് ആലപ്പുഴ രൂപതയും ഒന്ന് കൊച്ചി രൂപതയുമാണ്. ഈ രൂപതകൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കെ തന്നെ
മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇവർ കാണും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. കാരണം 40,000-ഓളം മുസ്ലിം മൈനോറിറ്റി അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇവർ മുഴുവനും ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൽ LDFിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 60% പിടിച്ചാൽ ഒരു 40% ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അദ്ദേഹം വിജയിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചി നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.